ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ തരത്തിലുള്ള അതേ രുചിയിലുള്ള കാജ എന്നൊക്കെ പറയും. മടക്ക് പല സ്ഥലങ്ങളിലും പല പേരിലാണ് അറിയപ്പെടുന്നത്. ഇവിടെയൊക്കെ മടക്ക് എന്നാണ് പറയുക. അപ്പോൾ അതാണ് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത്. അതിന് മുന്നേ ഞാൻ പറയട്ടെ, ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എല്ലാവർക്കും ഒന്ന് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതാ നമ്മൾ മടക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് 2 കപ്പ് മൈദ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അരിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ പഞ്ചസാര, മഞ്ഞൾപ്പൊടി, 2 ഏലക്കായ ചതച്ച് വെച്ചതാണ്. പിന്നെ നെയ്യ്. നമ്മളിപ്പോൾ മൈദപ്പൊടി എടുത്തിരിക്കുന്നത് ഈ പഞ്ചസാര എടുത്തിരിക്കുന്ന കപ്പിൽ 2 കപ്പാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് പഞ്ചസാര ലായനി ഉണ്ടാക്കിയെടുക്കാം. ഈ പഞ്ചസാരയ്ക്ക് നമ്മൾ 1 കപ്പ് വെള്ളത്തിൽ ആണ് ലായനി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കൊന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മളിതാ പഞ്ചസാര അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ 1 കപ്പിൽ വെള്ളമാണ്, 1 കപ്പ് വെള്ളമാണ് ഇതിൽ ഒഴിച്ചു കൊടുക്കുന്നത്. നന്നായിട്ടത് ഇതിപ്പോൾ നമ്മളിപ്പോൾ തിളപ്പിച്ചെടുക്കുക വേണ്ട. പഞ്ചസാരയൊക്കെ ഒന്ന് അഴിഞ്ഞ് കിട്ടിയതുകൊണ്ട് നന്നായിട്ടൊരു ഇതിനൊരു പ്രത്യേകിച്ച് പാകമൊന്നും വേണ്ട. ഇതിലേക്ക് നമുക്ക് ഏലക്കായ ചതച്ചൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ പഞ്ചസാര അതിനൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഓഫ് ചെയ്യാം. ഇനി ഇതൊന്ന് തണുക്കാൻ വയ്ക്കാം. അപ്പോൾ നമുക്കിത് തണുത്ത് വരുമ്പോഴേക്കും നമുക്ക് മൈദപ്പൊടി ഒന്ന് കുഴച്ചെടുക്കാം. ഇനി നമുക്ക് മൈദപ്പൊടി ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം. അപ്പോൾ ഇതിൽ മഞ്ഞൾപ്പൊടി തന്നെ ചേർക്കണമെന്നില്ല. ഇതൊക്കെ ഇഷ്ടമുള്ളവർക്ക് കളർപ്പൊടി ചേർക്കാം. ഞാനിപ്പോൾ മഞ്ഞൾപ്പൊടി ഇവിടെ ചേർക്കണത്. പിന്നെ നമ്മൾ കുറച്ച് ഉപ്പ് ചേർക്കാം. ആദ്യം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇത് നന്നായിട്ട് ലൂസായി പോകാനും പാടില്ല, എന്നാൽ കുറച്ച് ടൈറ്റായിട്ട് കിട്ടും വേണം. ആ രീതിയിൽ വേണം നമ്മളിത് കുഴച്ചെടുക്കാൻ. അപ്പോൾ നമ്മളിപ്പോൾ ഇത് കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ല ലൂസായി പോയിട്ടില്ല, ഈ ടൈറ്റിലാണ് നമ്മൾ കുഴച്ചെടുക്കുന്നത്. ഇനി നമുക്കിതൊന്ന് 2 ഭാഗങ്ങളാക്കി എടുക്കാം. അപ്പോൾ നമുക്കത് ഒന്നിച്ചിട്ട് വേണമെങ്കിൽ പരത്തിയെടുക്കാം. ഞാനിവിടെ 2 ഭാഗങ്ങളായിട്ടാണ് പരത്തിയെടുക്കുന്നത്. അപ്പോൾ നമുക്ക് 2 ഭാഗങ്ങളാക്കാം. നമുക്ക് ഈ ഭാഗം ആദ്യം ഒന്ന് പരത്തിയെടുക്കാം. അപ്പോൾ നമ്മളിത് പരത്തിയെടുക്കുകയാണ്. ആദ്യം നമ്മളിപ്പോൾ കുറച്ച് അരിപ്പൊടിയാണ് വിതറണത്. ആവുന്നത് നമ്മളിത് കുറച്ച് ടൈറ്റിൽ തന്നെ വേണം പരത്തിയെടുക്കാൻ. നന്നായിട്ട് കനവും പാടില്ല, നന്നായിട്ട് കനമില്ലാതെയും പാടില്ല. അങ്ങനെ വേണം നമ്മൾ പരത്തിയെടുക്കാൻ. അപ്പോൾ നമ്മളിപ്പോൾ സ്ക്വയർ ഷേപ്പിൽ അങ്ങനെ പരത്തിയെടുത്തിട്ടുണ്ട്. ആവുന്നത് സ്ക്വയർ ഷേപ്പിൽ പരത്തിയെടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്കൊന്നുകൂടി മടക്കിയെടുക്കാൻ സുഖം. ഇനി നമുക്കിതിലേക്ക് ഈ കനത്തിലാണ് നമ്മളിത് പരത്തിയെടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് നെയ്യ് തടവി കൊടുക്കാം. നെയ്യാണ് ഏറ്റവും നല്ലത്. നമ്മൾ ഓയിലിനെക്കാട്ടിലും ഏറ്റവും നെയ്യാണ് നല്ലത്. എല്ലോടൊന്ന് നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ നെയ്യ് അങ്ങനെ എല്ലോടും തടവി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരിപ്പൊടി വിതറി കൊടുക്കാം. അപ്പോൾ ആവുന്നത് നമ്മൾ അരിപ്പൊടി തന്നെ ഇടാൻ ശ്രമിക്കുക. അരിപ്പൊടി ഇട്ടാലേ നമ്മൾ ആ കടയിൽ നിന്ന് കിട്ടുന്ന മടക്കിൻ്റെ ടേസ്റ്റൊക്കെ കിട്ടും. പിന്നെ നല്ല ക്രിസ്പിനെസ്സൊക്കെ കിട്ടും. ഇനി ഇതിന് പകരം നമ്മളിപ്പോൾ ഗോതമ്പ് പൊടിയോ വേറെ എന്തെങ്കിലും യൂസ് ചെയ്താൽ നമുക്ക് ഇതേപോലെ ഒന്നും കിട്ടില്ല. ആ കടയിൽ നിന്ന് കിട്ടുന്ന അത്ര അത് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് അരിപ്പൊടി ഇടാൻ പറയണത്. അപ്പോൾ അരിപ്പൊടിയൊക്കെ നന്നായിട്ട് പരത്തി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മടക്കിയെടുക്കാം. ഇതേപോലെ നമ്മളിപ്പോൾ കാണുന്ന രീതിയിൽ ഒന്ന് മടക്കി കൊടുക്കുക. അപ്പോൾ നമ്മളിതപ്പോൾ അങ്ങനെ മടക്കി എടുത്തിട്ടുണ്ട്.
ഇനി നമുക്കിത് ഓരോ ഭാഗങ്ങളായി കഷ്ണമായിട്ട് മുറിച്ചെടുക്കാം. ഒന്ന് ചെറിയ കഷ്ണങ്ങളാക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മളങ്ങനെ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്നെടുത്തൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. നമ്മൾ നീളത്തിൽ തന്നെ ഇങ്ങോട്ട് പരത്തിയെടുക്കണം. ഈ നീളത്തിൽ പരത്തിയെടുത്താൽ മതി. അപ്പോൾ നമുക്ക് എല്ലാം ഒന്നങ്ങനെ പരത്തിയെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മൾ അങ്ങനെ എല്ലാം അങ്ങനെ പരത്തിയെടുത്തിട്ടുണ്ട്. ഏകദേശം ഈ നീളത്തിലാണ് പരത്തിയെടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിൽ എണ്ണ വാർന്നിട്ട് ഇതൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഇപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. നമ്മൾ ആ മടക്ക് അങ്ങനെ ഓരോ ലെയേഴ്സായിട്ട് കിട്ടുന്നുണ്ട്. നന്നായിട്ട് അങ്ങോട്ട് ബ്രൗണിഷ് കളറായിട്ട് പോകാൻ പാടില്ല. ആ യെല്ലോ കളറ് ആ രീതിയിൽ തന്നെ നമുക്ക് ഏകദേശം ക്രിസ്പി ആയി തോന്നിയാൽ നമുക്കത് വാങ്ങാം. സോറി, ഇതൊന്ന് കോരിയെടുക്കാം. അപ്പോൾ ഇതങ്ങനെ ഇതായി വന്നിട്ടുണ്ട്. ഇത് നമുക്കിത് കോരിയെടുക്കാം. ഇനി അടുത്ത ട്രിപ്പ് ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ അങ്ങനെ എല്ലാ മടക്ക് അങ്ങനെ എണ്ണയിൽ വറുത്ത് കോരി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പഞ്ചസാര ലായനിയിൽ മുക്കിയെടുക്കാം. അപ്പോൾ പഞ്ചസാര ലായനി ഒരുപാട് നേരം ഇട്ട് വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇട്ട ഉടനെ നമ്മൾ തിരിച്ച് മറിച്ചിട്ട് കൊടുത്തിട്ട് വേറെ പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. തിരിച്ച് മറിച്ചിട്ട് കൊടുത്തിട്ട് കോരിയെടുക്കാം. അടുത്തൊന്ന് ഇതേപോലെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളെല്ലാം മടക്ക് അങ്ങനെ നമ്മളിപ്പോൾ പഞ്ചസാര ലായനിയിട്ട് മുക്കിയെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ റെഡിയായി വന്നിട്ടുണ്ട് മടക്ക്. ഇനി നമുക്കിത് നല്ല ടൈറ്റുള്ളൊരു പാത്രത്തിൽ സൂക്ഷിച്ച് വയ്ക്കാം. ഒരാഴ്ച കാലമൊക്കെ സൂക്ഷിച്ച് വയ്ക്കാം. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം.